ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജൂൺ 20 വരുന്ന സി പി ഒ എക്സാം എഴുതുന്നവർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് 88/2025 എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ലാസ്റ്റത്തെ വിമൺ സി പി ഒയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയർ ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ, ലൂയി 14. ആരാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്? അപ്പൊ നമുക്കറിയാം, ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന തത്വചിന്തകന്മാരുടെ പേരാണ് എന്താ, വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാണ് പ്രവാചകൻ എന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചു, അതാരാണ്? റൂസോയാണ്. പ്രവാചകൻ റൂസോയാണ്. എങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് വോൾട്ടയർ ആണ്. ഓക്കെ, റൂസോയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കോട്ടുണ്ട്. എന്താണ്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, അവൻ എല്ലായിടത്തും എന്താണ്? ചങ്ങലകളിലാണ് എന്ന് പറയുന്നത് ആരുടെ കോട്ട്സ് ആണ്? റൂസോയുടെ കോട്ടാണ്. പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ ദി സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ളത് ആരുടെ പുസ്തകമാണ്? റൂസോയുടെ പുസ്തകമാണ്. ഓക്കെ, അതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട് ആണ്. അതാരാണ് എഴുതിയത്? റൂസോയാണ് എഴുതിയത്. അപ്പൊ വോൾട്ടയർ ആണ് പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി മൊണ്ടസ്ക്യൂവിന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് നിയമങ്ങളുടെ അന്തസത്ത, ദ സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ 3 പേരെ പറ്റി പഠിക്കാനുള്ളത്. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നല്ലോ. എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ മൊണ്ടസ്ക്യൂ ആണ് നമ്മുടെ അധികാര വികേന്ദ്രീകരണം, അതായത് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി എന്നിങ്ങനെയൊക്കെ തരംതിരിക്കണം എന്നൊക്കെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? മൊണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലഘട്ടത്താണ് പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാർത്താണ്ഡവർമ്മ, ആയില്യം തിരുനാൾ, അനിഴം തിരുനാൾ, വിശാഖം തിരുനാൾ. ഏതാണ്? ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്താണ്. 1865 ആയില്യം തിരുനാളാണ് പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിക്കുന്നത്. ആ സമയത്ത് ദിവാൻ ആയിരുന്നു ആര്? ടി മാധവറാവു ആയിരുന്നു ദിവാൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ എന്താണ് പണ്ടാരപ്പാട്ട് വിളംബരം എന്ന് പറയുന്നത്? പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു ഭൂമി എന്ന് പറയുന്നത്? തിരുവിതാംകൂർ സർക്കാരിന്റെ കീഴിലുള്ള ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? കർഷകർക്ക് പാട്ടത്തിന് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ കൃഷി ചെയ്യും. ഇതിനെയാണ് നമ്മൾ പണ്ടാരവക ഭൂമി എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു വിളംബരം പുറപ്പെടുവിച്ചതിലൂടെ ഒരു നിശ്ചിത തുക നൽകിക്കൊണ്ട് ഈ കർഷകർക്ക് ഇത് ഏറ്റെടുക്കാനായിട്ട് പറ്റുമായിരുന്നു, ആ ഒരു ഭൂമി. ഇതിനെയാണ് പണ്ടാരപ്പാട്ട് വിളംബരം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്താണ്? തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ട വിളംബരമാണ് ഏത്? പണ്ടാരപ്പാട്ട് വിളംബരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു വിളംബരമാണ് 1867 ആയില്യം തിരുനാൾ തന്നെ പുറപ്പെടുവിച്ചതാണ് ജന്മി കുടിയാൻ വിളംബരം എന്ന് പറയുന്നത്. ജന്മി കുടിയാൻ വിളംബരം. ഓക്കെ ആണല്ലോ. ഇത് രണ്ടും പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് നോക്കാം. റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏതാണ്? റഷ്യൻ വിപ്ലവം 1917 റഷ്യൻ വിപ്ലവം നടന്നത്. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് എന്താ? ഫെബ്രുവരി വിപ്ലവം നടന്ന മാസം ചോദിക്കാറുണ്ട്. അത് ഫെബ്രുവരി അല്ല, അത് ഏതാണ്? മാർച്ച് ആണ്. നെക്സ്റ്റ് ആണ് നവംബറിലാണ് എന്ത് നടക്കുന്നത്? ഒക്ടോബർ വിപ്ലവം നടക്കുന്നത്. അതായത് അന്നത്തെ ജൂലിയൻ കലണ്ടർ പ്രകാരമാണ് ഈ ഫെബ്രുവരി, മാർച്ച് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഈ വിപ്ലവം, അതായത് ഈ ഒക്ടോബർ വിപ്ലവത്തെ അറിയപ്പെടുന്ന പേരാണ് എന്താ? ബോൾഷെവിക് വിപ്ലവം എന്ന്. ബോൾഷെവിക് വിപ്ലവം, അതായത് പണ്ട് കാലത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? മെൻഷെവിക്കും ഉണ്ടായിരുന്നു, ബോൾഷെവിക്കും ഉണ്ടായിരുന്നു. മെൻഷെവിക്കിന്റെ നേതാവ് എന്ന് പറയുന്നത് ആരായിരുന്നു? അലക്സാണ്ടർ കെരൻസ്കി. ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, അലക്സാണ്ടർ ചക്രവർത്തി. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അലക്സാണ്ടർ ഒരു മെൻ ആയിരുന്നു, അല്ലെ? ഒരു ഉത്തമ പുരുഷനായിരുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ അലക്സാണ്ടർ എന്തായിരുന്നു? അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറയുന്നത് മെൻഷെവിക് വിപ്ലവമാണ്. ബോൾഷെവിക്കിന്റെ നേതാവാണ് ആര്? ലെനിൻ. ഓക്കെ,
ഇനി എന്താണ് നമുക്കിവിടെ അതായത് ഈ വിപ്ലവം നടക്കുമ്പോൾ, റഷ്യയിൽ വിപ്ലവം നടക്കുമ്പോൾ അവിടുത്തെ സർ ചക്രവർത്തി ആരായിരുന്നു? അത് നിക്കോളാസ് രണ്ടാമനായിരുന്നു. അതിനുശേഷം ആര് വരുന്നുണ്ട്? ഈ പറയുന്ന ഫെബ്രുവരി വിപ്ലവത്തിലൂടെ ആര് വരുന്നു? അലക്സാണ്ടർ കെരൻസ്കി ആണ് അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം ആര് വരുന്നു? അതിനുശേഷം വരുന്ന വ്യക്തിയാണ് ഒക്ടോബർ വിപ്ലവം അഥവാ ബോൾഷെവിക് വിപ്ലവത്തിന് ശേഷം ആര് വരുന്നു? വ്ളാഡിമിർ ലെനിൻ ആണ് അധികാരത്തിൽ വരുന്നത്. ഓക്കെ, ഇതാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഏകദേശം 1924 അദ്ദേഹം 1924 നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് 1924 വൈക്കം സത്യാഗ്രഹം. ആ ഒരു 7 വർഷത്തോളം അദ്ദേഹം മരിക്കുന്നത് വരെ ആരായിരുന്നു റഷ്യയുടെ തലവൻ എന്ന് പറയുന്നത്? ഈ പറയുന്ന ലെനിൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. തെറ്റാണ് നമുക്ക് വേണ്ടത്. അതാദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. തെറ്റായ പ്രസ്താവന. 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് സൂററ്റിലാണ്. സൂററ്റാണോ? അല്ല. അത് എവിടെയാണ്? മീററ്റിലാണ്. നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, യുപിയിലെ മീററ്റിലാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ? എന്താണ്? തെറ്റാണ്. എന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെടുന്ന? 1857 മെയ് 10. ഓക്കെ, ഇനി എന്താ പറയാ? ഡൽഹിയിൽ വിപ്ലവത്തിന്റെ നേതാവ് ബഹദൂർ ഷാ സെക്കൻഡ് ആയിരുന്നു. ശരിയാണ്. ബഹദൂർ ഷാ സെക്കൻഡും ഭക്ത് ഖാനുമായിരുന്നു. ഓക്കെ, ഇത് തെറ്റാണ്. ഒന്ന് തെറ്റ്. സോ ഇതെല്ലാം നമുക്ക് മനസ്സിലായി. കാൺപൂരിൽ വിപ്ലവത്തിന്റെ നേതാവ് കൻവർ സിംഗ് ആയിരുന്നു. കാൺപൂരിൽ ആരായിരുന്നു? അവിടെ ഇത് തെറ്റാണ്. ആരൊക്കെയായിരുന്നു? നാനാ സാഹിബും താന്തിയ തോപ്പിയുമായിരുന്നു. കൻവർ സിംഗ് എവിടെയായിരുന്നു? കൻവർ സിംഗ് അത് നമ്മുടെ ബീഹാർ ജഗദീഷ്പൂർ ആയിരുന്നു. അപ്പൊ ഇതും തെറ്റാണ്. അവധിലും ലക്നൌവിലും വിപ്ലവത്തിന് നേർന്നുവെച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. അതവിടെ എന്താണ്? ശരിയാണ്. ഝാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിബായി ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് ഇത്? 1ഉം 3ഉമാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? ലിട്ടൺ, വെല്ലസ്ലി, ഡൽഹൌസി, കോൺവാലിസ്. ആരാണ് സൈനിക സഹായ വ്യവസ്ഥ? സബ്സിഡറി അലയൻസ്. ആരാണ് തുടങ്ങിയത്? അത് വെല്ലസ്ലി പ്രഭു ആയിരുന്നു. വെല്ലസ്ലി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമുക്ക് പഠിക്കാനുള്ളത്? എന്താണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്? അതായത് നമുക്ക് ഒരു നമ്മുടെ നാട്ടുരാജ്യങ്ങളിൽ എന്തുണ്ടായിരുന്നു അല്ലെ? ഈ നാട്ടുരാജ്യങ്ങളിൽ ബ്രിട്ടീഷുകാര് അവരുടെ ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? ഒരു സ്വന്തമായിട്ടൊരു സൈന്യത്തെ പിന്നെ നിലനിർത്താൻ പറ്റില്ല. പകരം നമ്മുടെ ഒരു രാജ്യത്ത് അവിടെ എന്ത് ചെയ്യണം? ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു സൈന്യം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, ഗ്രൂപ്പ് ഓഫ് ആർമി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വന്ന് എന്ത് ചെയ്യും? സെറ്റിൽ ആകും. എന്നിട്ട് ഇവിടുത്തെ രാജാവുണ്ടല്ലോ, ഈ രാജാവാണ് എന്ത് ചെയ്യേണ്ടത്? ഇവരുടെ സകല ചെലവും ഈ രാജാവ് വഹിക്കണം. ഈ രാജാവിന്റെ കൊട്ടാരത്തില് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബ്രിട്ടീഷിന്റെ ഒരു പ്രതിനിധിയെയും കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ താമസിപ്പിക്കും. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇവര് ഫുൾ ചെലവും കാര്യങ്ങളും എല്ലാം ഈ ബ്രിട്ടീഷുകാരുടെ ഫുൾ ചെലവും കാര്യങ്ങളെല്ലാം ഈ രാജാവ് വഹിക്കണം. അതേപോലെ തന്നെ മറ്റൊരു യൂറോപ്യൻ ശക്തികളുമായിട്ട് ഒരു ബന്ധത്തിനോ അല്ലെങ്കിൽ ഒന്നിനും എന്ത് ചെയ്യാൻ പാടില്ല? ഈ രാജാക്കന്മാര് ചെയ്യാൻ പാടില്ല. അതായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു നാട്ടില് എന്താണ് ആദ്യമൊക്കെ രാജാക്കന്മാര് വിചാരിക്കുന്നത് എന്താണ്? പെട്ടെന്നൊരു മറ്റൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ പിന്നീട് പോകെയാണ് ഇവർക്ക് എന്ത് മനസ്സിലാകുന്നത്? അതിലെ ഒരു ചതി അല്ലെ? അത് മനസ്സിലാകുന്ന കാര്യം ഒരു രാജ്യത്തിന്റെ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് അവരുടെ ആർമി ആയിരിക്കും. ആ ആർമിയെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു രാജ്യമാണെങ്കിൽ ആ രാജ്യം എന്ത് ചെയ്യുന്നുണ്ട്? പതിയെ അത് നിന്നു പോകും. ഓക്കെ, അപ്പൊ ഈ സബ്സിഡറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ഹൈദരാബാദ് ആണ്. ഹൈദരാബാദിലെ നൈസാം ആയിരുന്നു എന്ത് ചെയ്യുന്നത്? ഈ സബ്സിഡറി അലയൻസിൽ ആദ്യമായിട്ട് ഒപ്പുവെക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കേരളത്തിന്റെ ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ എല്ലാത്തിന്റെയും എന്താണ്? നമുക്ക് വർഷം വേണം അല്ലെ? ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്? ഈ എല്ലാ വർഷവും അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം? അത് 1900 ഏതായിരുന്നു വർഷം എന്ന് പറയുന്നത്? 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ആരാണ് പുറപ്പെടുവിച്ചത്? ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ്? 1931-ലാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 1931 നവംബർ 1-ലാണ്.
ഓക്കെ ആണല്ലോ. അതേപോലെ കയ്യൂർ സമരം എന്നാണ്? 1941 വൈക്കം സത്യാഗ്രഹം 1924. ഓക്കെ, അപ്പൊ 1924 തുടങ്ങിക്കഴിഞ്ഞാൽ 2024 വന്നാലല്ലേ 100 വർഷമാകുള്ളൂ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ നമുക്ക് വൈക്കം സത്യാഗ്രഹം നോക്കിയാലോ. 1924 മുതൽ എന്നാണ്? മാർച്ച് 30 ആരംഭിച്ചിട്ട് 1925 നവംബർ 23 അവസാനിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? വൈക്കം സത്യാഗ്രഹം. 603 ദിവസങ്ങളാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം എന്താണ്? വൈക്കം അമ്പലത്തിന്റെ ചുറ്റുവട്ടത്തുകൂടി എന്ത് ചെയ്യണം? ആ ഒരു നടപ്പാതയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് ആരോപിച്ചുകൊണ്ടാണ് എന്ത് നടത്തുന്നത്? വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് 1925 ഗാന്ധിജി എവിടെ വരുന്നത്? കേരളത്തിൽ എത്തുന്നത്. ഓക്കെ, അതേപോലെ നമുക്കറിയാം 5 തവണയാണ് ഗാന്ധിജി കേരളം വിസിറ്റ് ചെയ്തിരിക്കുന്നത് അല്ല. 1925 എന്ത്? വൈക്കത്തേക്ക് വരുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇതിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഒന്നാമത്തെ ആളാണ് TK മാധവൻ. TK മാധവനുണ്ട്. അദ്ദേഹമാണ് സമരത്തിന്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെട്ടു. പിന്നെ ആരുണ്ട്? KP കേശവമേനോനുണ്ട്. പിന്നെ ആരുണ്ട്? കേളപ്പനുണ്ട്. കേളപ്പൻ. അതേപോലെ മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചാണ് അദ്ദേഹം എന്ത് നടത്തുന്നത്? സവർണ ജാഥ നടത്തുന്നത്. ഓക്കെ, മന്നത്ത് പത്മനാഭനുണ്ട്. ജോർജ് ജോസഫ്. ഇതൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത്. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെന്റ് ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു? ഏത് വിഷയമാണ്? അയൽപക്ക രാജ്യങ്ങളുമായുള്ള അതിർത്തി തർക്കമാണോ? എവറസ്റ്റിലെ മാലിന്യ സംസ്കരണം, കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും. ഓക്കെ, ഏതാണ് ആൻസർ? ഓപ്ഷൻ സി. 3 മാത്രമാണ് എന്ത്? ശരിയായിട്ട് വരേണ്ടത്. അതായത് അങ്ങനെ ഉരുകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഹിമാനി ഉരുകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയായിരിക്കും? ഈ പറയുന്ന നേപ്പാളിനെയൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ്? അതുകൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ഉച്ചകോടി അവർ എന്ത് ചെയ്യുന്നുണ്ട്? നടത്തുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ക്യാബിനറ്റ് യോഗം ഈ പറയുന്ന ബേസ് ക്യാമ്പിൽ നടത്തുന്നത്. അതേപോലെ തന്നെ ഈ ഒരേ കാരണം കൊണ്ട് തന്നെ, അതായത് ഈ പറയുന്ന എവറസ്റ്റിന്റെ കാലാവസ്ഥാ വ്യതിയാനവും ഹിമാനികളുടെ ഉരുകലും കാരണം തന്നെ അതേ വിഷയത്തെ ബന്ധപ്പെട്ട് മറ്റൊരു ക്യാബിനറ്റ് യോഗം എവിടെ നടന്നു? കടലിനടിയിൽ നടക്കുന്നുണ്ട്. അതാരാണ് നടത്തിയത്? അത് മാലിദ്വീപ് ആയിരുന്നു. മാലിദ്വീപ് കടലിനടിയിൽ. അത് ഏത് വർഷമാണ്? 2009 ഒക്ടോബറിൽ കടലിനടിയിൽ നടത്തും. അതേ കാര്യം കൊണ്ട് തന്നെയാണ് ഡിസംബർ വന്നപ്പോൾ നേപ്പാൾ, അതായത് ഇങ്ങനെ ഹിമാലയത്തിലെ മഞ്ഞുപാളികളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വരും? ചൂട് കൂടും. ആഗോളതാപനം വരും. ആഗോളതാപനം വരുമ്പോൾ മഞ്ഞ് ഉരുകാൻ തുടങ്ങും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ പറയുന്ന നേപ്പാളിനെയൊക്കെയാണ്. അത് മറ്റു ലോക നേതാക്കളെയും മറ്റു അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ ക്യാബിനറ്റ് ചേരുന്നത്. ആ സമയത്ത് അവരുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആരായിരുന്നു? മാധവ് കുമാർ ആണ്. മാധവ് കുമാർ. ഓക്കെ, അതായത് ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ധരിച്ചു വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ക്യാബിനറ്റ് യോഗം കൂടുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ലോകത്തിന്റെ ധാന്യപ്പുര. അപ്പൊ പഠിച്ചു വെച്ചോ. ലോകത്തിന്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പുൽമേട് എന്ന് ചോദിക്കും. എന്താണ്? പ്രയറീസ്. അപ്പൊ ലോകത്തിന്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രയറീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പ്രയറീസ് എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയിലാണ്. വടക്കേ അമേരിക്കയിൽ വരുന്നത് ഏതൊക്കെയാണ്? കാനഡയുണ്ട്, അമേരിക്കയുണ്ട്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ. 2 മാത്രമാണ് ഇവിടെ ശരി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന എന്താണ്? ഗോതമ്പാണ്. ഇനി അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു പുൽമേട് ഗ്രാസ് ലാൻഡ് ആണ് എന്ത്? പാമ്പാസ് എന്ന് പറയുന്നത്. പാമ്പാസ്. ഓക്കെ, അത് എവിടെയാണ്? അത് നമ്മുടെ നോർത്ത് അമേരിക്കയിലാണ്, അതായത് അർജന്റീനയിലാണ് പാമ്പാസ് വരുന്നത്. പിന്നെ വരുന്നതാണ് സ്റ്റെപ്പിസ് എന്ന് പറയുന്നത്. സ്റ്റെപ്പിസ് നമ്മുടെ ചെവിയിലല്ല, സ്റ്റെപ്പിസ്. ഓക്കെ, എന്താണ് സ്റ്റെപ്പിസ്? നമ്മുടെ ചെവിയിലുള്ളിലെ എല്ലാണ് അല്ലെ. ഏറ്റവും ചെറിയ അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കുന്നുണ്ട്, സ്റ്റെപ്പിസ് ആണെന്നുള്ളത്. അതെവിടെയാണ് സ്റ്റെപ്പിസ് എന്ന് പറയുന്ന പുൽമേട്? യുറേഷ്യ. ഏതൊക്കെ രാജ്യങ്ങളിലായിരിക്കും? യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വെൽഡ് ആണ്. വെൽഡ്. ഓക്കെ, അതെവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. എസ്സിആർടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന 4 പുൽമേടുകളാണിത്. നെക്സ്റ്റ് നോക്കാം.
ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്താണ്? പഠിച്ചു വെച്ചോ. G20 2023 ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. എന്താണ്? വസുദൈവ കുടുംബകം. നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. വൺ എർത്ത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ. ഇത് തിരിച്ചു മറിച്ചു നോക്കി ആ സമയത്ത് പരീക്ഷകൾ റിപ്പീറ്റഡ് ആയിരുന്നു. ഇത് നമ്മൾ 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നിങ്ങൾ പഠിച്ചു വെച്ചോ. 2023 അതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഇന്ത്യ ആയിരുന്നു. ഓക്കെ, 2024 അത് എവിടെയായിരുന്നു? 2024 ബ്രസീലാണ്, ബ്രസീൽ. ഓക്കെ, 2025 G20 ഉച്ചകോടി എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്, സൗത്ത് ആഫ്രിക്ക. അങ്ങനെ ഈ പറയുന്ന G20 എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രൂപ്പ് ഓഫ് 20 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അതിലേക്ക് 55ഓളം രാജ്യങ്ങളുള്ള ആഫ്രിക്കൻ യൂണിയനെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? അതിലേക്ക് ജോയിൻ ആകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്തായിട്ട് മാറി? G20 എന്നുള്ളത് G21 ഗ്രൂപ്പ് ഓഫ് 21 കൺട്രീസ് എന്നായിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി, വസുദൈവ കുടുംബകം. അത് എങ്ങനെ വേണമെങ്കിലും കയറി ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റോക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് പഠിച്ചു വെച്ചോ ട്രെയിൻ ടു പാകിസ്ഥാൻ. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്താണ്? പമേല റോക്സ് സംവിധാനം ചെയ്ത സിനിമയാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചോദിക്കുന്നത് പമേല റോക്സ് ആണെങ്കിൽ ട്രെയിൻ ടു പാകിസ്ഥാൻ. അതേപോലെ ഈ തമസ് എന്ന് പറയുന്നതും എന്താണ്? വിഭജനത്തെ തന്നെ ബന്ധപ്പെട്ടതാണ്. അതാരാണ്? അത് ഗോവിന്ദ് നിഹലാനി സംവിധാനം ചെയ്ത ഒരു പരമ്പരയായിരുന്നു, അല്ലെങ്കിൽ സിനിമ എന്ന് തന്നെ പറയാം. എന്താണ് തമസ് എന്ന് പറയുന്നത്? ഓക്കെ, ഇനി എന്താണ്? മേഘാദക്കധാര. മേഘാദക്കധാര എന്താണ്? അതാരാണ്? ഋതിക് ഘണ്ടക്കിൻ്റെതാണ്, ഋതിക് ഘണ്ടക്. ഓക്കെ, അതെന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? അതും ഒരു വിഭജനത്തിന്റെ കഥയാണ്. പക്ഷെ എന്ത് വിഭജനം? അത് ബംഗാൾ വിഭജനത്തിനെ പറ്റി എഴുതിയ കഥയാണെന്ത്? ഒരു സിനിമയാണെന്ത്? ഏത്? നമ്മുടെ ആ ബംഗാൾ വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ അനുഭവിക്കുന്ന അഭയാർത്ഥികളെയൊക്കെ പറ്റിയുള്ള ഒരു കഥയാണ് മേഘാദക്കധാര എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതാരാണ്? ഋതിക് ഘട്ടക്കാണ്. നെക്സ്റ്റ് നോക്കാം. ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ബഗ്ലിഹാർ എവിടെയാണ്? പഠിച്ചു വെച്ച്. ബഗ്ലിഹാർ ചിനാബിലാണ്. ചിനാബ്, ബഗ്ലിഹാർ. ഓക്കെ, അതായത് നമ്മുടെ ജമ്മു കാശ്മീരിലെ റംബാൻ ജില്ലയിലാണ്. അതായത് എന്ത് നദിയിലായിരിക്കും? ചെനാബ് നദിയിലാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന ബഗ്ലിഹാർ അണക്കെട്ട് വരുന്നത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യ പാകിസ്ഥാനായിട്ട് ബന്ധപ്പെട്ട് നദീജല കരാറും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ചിനാബിൽ വരുന്നത് മറ്റെന്തൊക്കെയാണ്? ദുൽഹസ്തി. ഓക്കെ, നമ്മൾ പഠിക്കുന്നുണ്ട് ദുൽഹസ്തി. ഈ ചിനാബിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി, ഏറ്റവും വലിയ പോഷക നദിയാണ് എന്ത്? ഈ പറയുന്ന ചിനാബ് എന്ന് പറയുന്നത്. ചലം നദിയിലാണ് ഉറി പ്രൊജക്ട്. ഉറി ഡാം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അത് ചലം നദിയിലാണ്. ഓക്കെ, അതേപോലെ സത്ലജിൽ വരുന്നതാണ് ബക്രാനങ്കൽ. ഓക്കെ, അതെവിടെയാണ്? സത്ലജിലാണ്. ഇനി ഏതാണ്? ബിയാസിൽ വരുന്നതാണ്. ബിയാസ് പോങ്ങനാണ്. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ബിയാസിൽ വരുന്നതാണ് പോങ് ഡാം എന്ന് പറയുന്നത്, ഹിമാചൽ പ്രദേശ്. ബിയാസ് പോങ്ങനാണ്. ബിയാസ് ഒരു നമ്മൾ ബിയാസ് എന്നൊക്കെ പറയത്തില്ലേ, അതൊരു ബിയാസ് പോങ്ങനാണെന്ന് പഠിച്ചു വെച്ചോ. പോങ് ഡാം എവിടെയാണ്? ബിയാസിലാണ്. ഉറി ഡാം എവിടെയാണ്? സത്ലജ്, ഉറി ചലം. സത്ലജിലെ ബക്രാനങ്കൽ. ബഗ്ലിഹാർ എവിടെയാണ്? ചിനാബിലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴമേറിയ ബ്രേക്ക് വാട്ടർ. ഓക്കെ, ഇതെല്ലാം എന്താണ്? ശരിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെല്ലാം പഠിച്ചു വെച്ചോ. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം എന്താണ്? നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. അതായത് എന്താണ് ഡീപ്പ് വാട്ടർ തുറമുഖം എന്ന് പറയുന്നത്? അതായത് വലിയ മദർഷിപ്പുകൾക്കൊക്കെ എന്താണ്? സുഖമായിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് അവിടെ നമുക്ക് അടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഓട്ടോമേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? അതായത് ചരക്കുകൾ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഒക്കെ മൊത്തത്തിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സംവിധാനമായിരിക്കും. അതാണ് ഓട്ടോമേറ്റഡ് തുറമുഖം എന്ന് പറയുന്നത്. ഇനി ഷിപ്പിംഗ് പാത എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അന്താരാഷ്ട്രമായിട്ട് കപ്പലുകൾ പോകുന്ന ഒരു ചാലുണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് 10 നോട്ടിക്കൽ മൈലാണ്. അതിനോട് അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖമാണ് എന്ത്? വിഴിഞ്ഞം എന്ന് പറയുന്നത്. ഇനി ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്?
അതായത് നമുക്ക് എന്താ പെട്ടെന്നൊക്കെ ഒരു കടൽക്ഷോഭം ഉണ്ടായാലും എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് എന്താണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന് പെട്ടെന്നൊന്നും പറ്റില്ല. അതിനെയാണ് പുലിമുട്ടെന്ന് പറയാം. അതിനെയാണ് ബ്രേക്ക് വാട്ടർ തുറമുഖം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്? വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖമാണ്. ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ്. ആദ്യത്തെ അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖമാണ്. ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ തുറമുഖമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ബന്ധമില്ലാത്തത്, നോട്ട് ദ പോയിന്റ്, ബന്ധമില്ലാത്തത്. 91 ആരംഭിച്ചു ആഗോളവൽക്കരണം, നരസിംഹ റിപ്പോർട്ട്, കാർവേ കമ്മിറ്റി. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. അതായത് പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധമില്ലാത്തത് ഈ പറയുന്ന കാർവേ കമ്മിറ്റിയാണ്. കാർവേ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചെറുകിട ചെറുകിട വ്യവസായങ്ങളുടെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ്. 1955 അതുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിച്ച ഒരു കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ്. അപ്പൊ നമുക്ക് പഠിക്കാം. 91 ആരാണ് പുത്തൻ സാമ്പത്തിക നയം? നമ്മുടെ PV നരസിംഹറാവു. ആരാണ്? PV നരസിംഹറാവുവിന്റെ കാലഘട്ടത്താണ് എന്ത്? നരസിംഹറാവുവിന്റെ കാലഘട്ടത്താണ് ഈ പറയുന്ന പുത്തൻ സാമ്പത്തിക നയം. ആ സമയത്തെ ധനമന്ത്രി ആരായിരുന്നു? പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. മൻമോഹൻ സിംഗ് ആയിരുന്നു ആ സമയത്തെ ധനമന്ത്രി. രണ്ടും പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ട് ഈ പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഒരു PYQ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോഴുള്ള പ്രധാനമന്ത്രി ആര്, ധനമന്ത്രി ആരെന്നുള്ളത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡ് ആണ് LPG. നമ്മുടെ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അല്ല. എന്താണ് LPG? ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം. ഓക്കെ, പിന്നെ എന്താണ്? പ്രൈവറ്റൈസേഷൻ. എന്താണത്? സ്വകാര്യവൽക്കരണം. പിന്നെന്താണ്? ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. ഇതാണ് LPG എന്ന് പറയുന്നത്. ഓക്കെ, അതുമായിട്ട് ഇനി നരസിംഹ കമ്മിറ്റി എന്ന് പറയുന്നത് ആ സമയത്ത് ഉണ്ടായ, അതായത് ഈ ഒരു പ്രോസസ്സ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് മേഖലയ്ക്ക് എന്ത് സംഭവിക്കും? ഒത്തിരി മാറ്റങ്ങൾ വരും. അതുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിച്ചത്, അതായത് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി ബാങ്കിങ് മേഖലയിൽ ഉണ്ടാവുന്ന അഴിച്ചുപണികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയ കമ്മിറ്റിയാണ് എന്ത്? നരസിംഹം കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് മൂന്നും എന്താണ്? നരസിംഹം കമ്മിറ്റി, ആഗോളവൽക്കരണം, 91 ആരംഭിച്ചു. ഇതെല്ലാം പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടതാണ്. കാർവേ കമ്മിറ്റി എന്താണ്? ചെറുകിട വ്യവസായങ്ങളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് 1955 ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ചതാണ്. നെക്സ്റ്റ് നോക്കാം. ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? ട്രിറ്റിക്കം ഈസ്റ്റിവം എന്താണ്? നമ്മുടെ ഏതാണ്? ഗോതമ്പിന്റേതാണ് ട്രിറ്റിക്കം ഈസ്റ്റിവം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നെല്ല് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ? എന്താണ്? ഒറൈസ സറ്റൈവ എന്തിൻ്റെതാണ്? നെല്ലിൻ്റെതാണ്. ചോളം എന്താണ്? സിയാമേസ്. നമുക്ക് എളുപ്പമുണ്ടല്ലേ? മെയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോളം തന്നെയല്ലേ പഠിക്കുന്നത്. അപ്പൊ സിയാമേസ് എന്താണ്? ചോളത്തിന്റെ എന്നാണ്. എന്താണ്? എള്ളിൻ്റെത് സെസാമം ഇൻഡിക്കം എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എന്താണ്? ട്രിറ്റിക്കം ഈസ്റ്റിവം എന്താണ്? ഗോതമ്പിന്റേതാണ്. പഠിച്ചു വെക്കണം. ട്രിറ്റിക്കം ഈസ്റ്റിവം എന്താണ്? ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമമാണ്. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ ഗോതമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ. 1935 സ്ഥാപിതമായി ബാങ്കുകളുടെ ബാങ്ക്. ആസ്ഥാനം മുംബൈ. ധനനയം നിയന്ത്രിക്കുന്നു. എന്താണ്? നമുക്കറിയാം 35 സ്ഥാപിതമായത്. ശരിയാണ്. 1 ശരിയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. ആസ്ഥാനം മുംബൈ ആണ്. ധനനയം നിയന്ത്രിക്കുന്നു. സോ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ഈ പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. 1935 ഏത് മാസമാണ്? ഏപ്രിൽ 1-ാം തീയതിയാണ് എന്ത് വരുന്നത്? നമ്മുടെ RBI എന്ത്? ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം എന്ത് രൂപവൽക്കരിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപവൽക്കരിക്കുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന 35 രൂപീകരിച്ചെങ്കിലും 1949 ജനുവരി 1-നാണ് ഇത് എന്ത് ചെയ്യുന്നത്? ദേശസാൽക്കരിക്കുന്നത്, നാഷണലൈസ് ചെയ്യുന്നത് 49 ജനുവരി 1-നാണ്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇതിന്റെ ആസ്ഥാനം ആദ്യം കൊൽക്കത്തയായിരുന്നു.
ഓക്കെ, ആദ്യം കൊൽക്കത്തയായിരുന്നു, പിന്നീട് അത് എങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്? മുംബൈയിലേക്ക് മാറ്റുന്നു. അപ്പൊ നിലവിൽ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? മുംബൈ ആണ്. ഓക്കെ, ഇതിനെയാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് അല്ലെ. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ പറയുന്ന നമ്മുടെ റിസർവ് ബാങ്ക് ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ നോട്ടുകളെല്ലാം അച്ചടിക്കുന്ന എവിടെയാണ്? ഒരു രൂപ നോട്ട് ഒഴികെ, ഒരു രൂപ നോട്ട് എവിടെയാണ്? അത് നമ്മുടെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. ഒരു രൂപ നോട്ട് ഒഴികെ ബാക്കി എല്ലാ നോട്ടുകളും അച്ചടിക്കുന്നത് ആരാണ്? എവിടെയാണെന്ന് ചോദിച്ചാൽ പഠിച്ചു വെക്കുക, അത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. ആദ്യത്തെ ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ഓസ്ബോൺ സ്മിത്ത് ആണ്. ഓസ്ബോൺ സ്മിത്ത് ആദ്യ ഗവർണർ. ഓക്കെ, ഇനി ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് ദേശ്മുഖ്. ആരാണ്? CD ദേശ്മുഖ് എന്ന് പറയും. ഇനി നിലവിലെ ഗവർണർ, നിങ്ങൾ ഇപ്പൊ കാണുന്നവർക്ക് മാറ്റം ഉണ്ടാകും ചിലപ്പോൾ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങൾ കാണുന്ന സമയത്ത്, നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ആരാണ് നിലവിലെ RBI ഗവർണർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചു എന്തൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് 35 സ്ഥാപിതമായി, 35 ഏപ്രിൽ 1 സ്ഥാപിതമായി, 41 ജനുവരി 1 അത് നാഷണലൈസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയായിരുന്നു, പിന്നീട് അത് മുംബൈയിലേക്ക് മാറി. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് വന്നത്. ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു അതിന്റെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത്. CD ദേശ്മുഖ് ആണ് ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ. നെക്സ്റ്റ് നോക്കാം. ഏഷ്യൻ ഗെയിംസ് 2023 ആയി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ 28 സ്വർണം നേടി. ഓക്കെ, ഇനി എന്താണ്? ഇന്ത്യയുടെ സ്ഥാനം 3-മതാണ്. ചൈനയിലെ ഹാങ്ഫോയിൽ നടന്നു. അടുത്തത് ജപ്പാനിൽ നടക്കും. ഇന്ത്യ 28 സ്വർണം നേടിയത് ശരിയാണ്, പക്ഷെ ഇന്ത്യ 3-ാം സ്ഥാനം ആയിരുന്നില്ല. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 4 ആയിരുന്നു. ഓക്കെ, 4-ാം സ്ഥാനമായിരുന്നു ഇന്ത്യയുടേത്. ഇനി 2026-ലാണ് ഇനി അടുത്ത ഏഷ്യൻ ഗെയിംസ്, അതായത് നമ്മുടെ ഈ വർഷമാണ് നടക്കുന്നത്. അത് നടക്കുന്നത് എവിടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചു, അത് എവിടെയാണ്? ജപ്പാനിലെ, ഓക്കെ, ജപ്പാനിലെ ആ സ്ഥലത്തിന്റെ പേര് പഠിച്ചു വെക്കൂ. ഐച്ചി നഗോയയിലാണ് എന്ത് നടക്കുന്നത്? അടുത്ത ഏഷ്യൻ ഗെയിംസ്. അത് എത്രാമത്തേതാണ്? 20-ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ജപ്പാനിലാണ്, ഐച്ചി നഗോയയിലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്തതേത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണല്ലോ നമുക്ക് വേണ്ടത്. അത് ആദ്യം മാർക്ക് ചെയ്യണം. അല്ലാത്തത്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. ഓക്കെ, പഠിച്ചു വെച്ചു, ശരിയാണ്. 1980 കാലഘട്ടത്തിൽ ആരംഭിച്ചു. തെറ്റാണ്. 80-ലല്ല ആരംഭിക്കുന്നത്, 1960 കാലഘട്ടങ്ങളിലാണ്. അതായത് 1966, 67 സമയത്താണ് എന്ത് വരുന്നത്? നമ്മുടെ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഡോക്ടർ S സ്വാമിനാഥൻ നയിച്ചു. ശരിയാണല്ലോ. MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് തന്നെ അറിയപ്പെടുന്നത്. അപ്പൊ MS സ്വാമിനാഥനാണ്. അടുത്ത ഏതാണ്? രാസവളം കീടനാശിനി ഉപയോഗം വർദ്ധിച്ചു. ഓക്കെ, അപ്പൊ എന്താ? അതും ശരിയാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് നമുക്ക് വരേണ്ടത് ഏതാണ്? ശരിയല്ലാത്തതാണല്ലോ. സോ 2 മാത്രമാണ് ശരിയല്ലാത്തതെന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? നമ്മുടെ ഏകദേശം 1966 സമയങ്ങളില് കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്ന സാഹചര്യത്തിലാണ് എന്ത് വരുന്നത്? ഹരിത വിപ്ലവം വരുന്നത്. അത് നമ്മുടെ ഡോക്ടർ MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? അത് നോർമൻ ബോർലോഗ് ആണ്. പഠിച്ചു വെക്കണം, നോർമൻ ബോർലോഗ് ആണ്. അതിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഹൈ ഈൽഡ് വെറൈറ്റി എന്ന് പറയും. HYV ഹൈ ഈൽഡ് വെറൈറ്റി ആണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ആ സമയത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ്? രാസവളങ്ങൾ ഉപയോഗിച്ചു, രാസകീടനാശിനികളൊക്കെ ഉപയോഗിച്ചു, ജലസേചന സൗകര്യങ്ങൾ, യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചു. അതായത് എങ്ങനെയും എന്ത് വേണം? നല്ല രീതിക്ക് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടണം എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഹരിത വിപ്ലവം തുടങ്ങുന്നത്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും അധികം എന്താണ് ഉൽപാദനം കൂട്ടിയത് ഏതിനായിരുന്നു? ഗോതമ്പിനായിരുന്നേ. നെക്സ്റ്റ് നോക്കാം. അമൃത്കാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓക്കെ, ഏതായിരിക്കും അമൃത്കാൽ? 2022-23 യൂണിയൻ ബഡ്ജറ്റ് ഏതാണ്? ഇന്ത്യ അറ്റ് 100 25 വർഷ കാലഘട്ടം സപ്തഋഷി. അപ്പൊ നമുക്ക് നോക്കാം. 2022-23 അല്ല, 2023-24 ബജറ്റിലാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന അമൃത്കാൽ. അപ്പൊ എന്താണ് ബന്ധമില്ലാത്തത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 23-24 കാലഘട്ടത്തിലാണ് അമൃത്കാൽ വരുന്നത്. ഓക്കെ, ആരായിരുന്നു?
ഈ അമൃതകാലവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അടുത്ത ഒരു 100 അല്ലെ, ഇന്ത്യയുടെ നമ്മുടെ 75ാം വാർഷികത്തുമായിട്ട് ബന്ധപ്പെട്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അടുത്ത 25 വർഷ കാലഘട്ടം എങ്ങനെയൊക്കെയാണ് അല്ലെ, എങ്ങനെയൊക്കെ മാറണം, എന്തൊക്കെയാണ് 25 വർഷത്തെ കാലയളവിനെയാണ് നമ്മൾ അമൃതകാലം എന്ന് പറയുന്നത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്, സപ്തഋഷി എന്ന് പറയുന്നത്. അതായത് ആദ്യ ബജറ്റ് ആണ്. അത് 7 കാര്യങ്ങൾ അവിടെ അവര് പറയുന്നുണ്ട്. ആ 7 എണ്ണം ഒന്ന് നോക്കി വെക്കണം കേട്ടോ. കാര്യം അന്നത്തെ ഒരു പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു എക്സാം ലെവലിൽ നമുക്ക് ഉണ്ടാവില്ല. ഡിഗ്രി ലെവലിലേക്ക് വരുവാണെങ്കിൽ ആ അമൃതകാലിലെ 7 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് 23-24 ബജറ്റ് ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 46 ഡിസംബർ 9-ന്. 46 ഡിസംബർ 9-നാണ് ആദ്യ സമ്മേളനം നടന്നത്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് നടന്നത്. ഓക്കെ, 46 ഡിസംബർ 9-ന് ആദ്യ യോഗം നേർന്നു. ആരായിരുന്നു അതിന്റെ താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുന്നത്? സച്ചിദാനന്ദ സിൻഹ. സച്ചിദാനന്ദ സിൻഹ. അതിനുശേഷം 1946 ഡിസംബർ 11-ന് ആരെ തിരഞ്ഞെടുത്തു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിര അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തു. ഓക്കെ, അതേപോലെ അതായത് പ്രസിഡന്റ് ആയിട്ട്, വൈസ് പ്രസിഡന്റ് ആയിട്ട് ആരൊക്കെയായിരുന്നു? HC മുഖർജി, പിന്നെ ആരാണ്? VT കൃഷ്ണമാചാരി എന്നിവരെയൊക്കെ തിരഞ്ഞെടുത്തു. 1946 ഡിസംബർ 13 എന്താണ് പ്രത്യേകത? അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഡേറ്റുകൾ എന്തൊക്കെയാണ്? 1946 ഡിസംബർ 9 പഠിക്കണം, 1946 ഡിസംബർ 11 പഠിക്കണം, 1946 ഡിസംബർ 13 പഠിക്കണം. എന്താണ് 13? ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് അവതരിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതാണ് പിന്നീട് നമ്മുടെ ആമുഖമായിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ഓക്കെ, ഇനി എന്താണ്? 1949 നവംബർ 26-ന്റെ പ്രത്യേകത എന്താണ്? എന്നാണ് നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നവംബർ 26 ഭരണഘടനാ ദിനം, നിയമദിനമായിട്ടും ഭരണഘടനാ ദിനമായിട്ടും ഒക്കെ ആചരിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന അന്നാണ് നവംബർ 26 അംഗീകരിച്ചത് കൊണ്ടാണ്. ഇനി ഭരണഘടന തയ്യാറാക്കാൻ എത്ര ദിവസം എടുത്തു എന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോ. 2 വർഷം 11 മാസം 18 ദിവസം. ഈ 18ഉം 17ഉം മാറി മാറി വരാറുണ്ട് കേട്ടോ. 18 ദിവസം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ വിദ്യാഭ്യാസ അവകാശം സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിദ്യാഭ്യാസ അവകാശം 86 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്, 86 ഭരണഘടനാ ഭേദഗതിയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. 2008-ലാണ് ഈ നിയമം വന്നത്. ഈ നിയമം വന്നത് എന്നാണ്? 2008-ലാണോ ഈ നിയമം വന്നത്? ഈ പാർലമെന്റ് പാസ്സാക്കുന്നത്, ഈ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് 2009-ലാണ്. ഓക്കെ, 2009, അതായത് ഭരണഘടനാ ഭേദഗതി 2002-ൽ നടന്നു. പക്ഷേ ഇതിന്റെ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് 2009 ഏതാണ്? ഓഗസ്റ്റ് 26-ന് എന്ത് ചെയ്യുന്നുണ്ട്? പാർലമെന്റ് പാസ്സാക്കി. പക്ഷേ ഇത് പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1-ന് പ്രാബല്യത്തിൽ വന്നു. ഇതെന്താണ്? പാർലമെന്റ് പാസ്സാക്കി. ഇതെന്താണ്? പ്രാബല്യത്തിൽ വന്നു. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. 1 ശരിയാണെന്ന് മനസ്സിലായി, 1 ശരി, അപ്പൊ ഇതല്ല എന്ന് മനസ്സിലായി. 2 തെറ്റാണെന്ന് മനസ്സിലായി, അപ്പൊ ഇതുമല്ല. ആൻസർ ഏതായിരിക്കും? 1ഉം 3ഉമാണ്. ഭരണഘടനയുടെ 21A-യിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിയാണ്. 21A പ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകണമെന്നാണ് പറയുന്നത്. അപ്പൊ 21A, ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസ അവകാശം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതൊരു മൗലിക അവകാശമായിട്ട് മാറ്റുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 86-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ 51-ല് നമ്മുടെ ഏതാണ്? മൗലിക കടമകളില് 51A-യില് Kയും കൂടി ചേർത്തിട്ടുണ്ട്. എന്താണ് അത്? കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് മാതാപിതാക്കളുടെ ചുമതലയാണെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് 86-ാം ഭരണഘടനാ ഭേദഗതി 2002. ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ജുഡീഷ്യൽ റിവ്യൂ എന്തുമായിട്ടാണ്? അത് നമ്മുടെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അമേരിക്കയിൽ നിന്ന് നമ്മൾ കടം കൊണ്ട ആശയങ്ങൾ കുറെ ഉണ്ടല്ലോ. എന്തൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്,
അല്ലെ, മൗലിക അവകാശങ്ങൾ. പിന്നെ ജുഡീഷ്യൽ റിവ്യൂ. പിന്നെന്താണ് ആമുഖം. ആമുഖം എന്ന ആശയം കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. പിന്നെ എന്താണ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്. ഓക്കെ, ആരുടെ? പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഇതെല്ലാം എവിടെ നിന്ന് നമ്മൾ കടം കൊണ്ടതാണ്? അമേരിക്കയിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ട എന്തൊക്കെയാണ്? ആദ്യത്തേതാണ് ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലെ, ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നാണ്. അതേപോലെ തന്നെ റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയുണ്ട്. പിന്നെന്താണ് റിട്ട്, റിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെയുള്ളത് ഏതാണ്? പാർലമെന്ററി ഭരണ സംവിധാനം. ഇതെല്ലാം ബ്രിട്ടനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫ്രാൻസിൽ നിന്നാണെങ്കിൽ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, എന്തായിരുന്നു? റിപ്പബ്ലിക് എന്ന ആശയം. റിപ്പബ്ലിക് ഫ്രാൻസിൽ നിന്നാണ്. കൂടാതെ എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലെ. അതും എവിടെ നിന്നാണ്? നമ്മൾ ഫ്രാൻസിൽ നിന്നാണ് കടം കൊണ്ടത്. അയർലൻഡ് ആണെങ്കിലോ, അയർലൻഡിൽ നിന്നാണ് നമ്മൾ DPSP അല്ലെ, DPSP നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അതേപോലെ തന്നെ രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് അമേരിക്കയിൽ നിന്നാണെങ്കിൽ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് അയർലൻഡിൽ നിന്നാണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ, എല്ലാം കടമെടുത്ത ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ, നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇപ്പൊ നിലവിൽ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ ആണ്. ആരാണ്? KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRCയുടെ ചെയർമാനായ ആദ്യ മലയാളിയാണ് ആര്? KG ബാലകൃഷ്ണൻ. ആദ്യ ചെയർമാൻ ആണ് ആര്? നമ്മുടെ രംഗനാഥ മിശ്ര എന്ന് പറയുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിക്കോ ആണ് ഈ അധ്യക്ഷനാകാനുള്ള റൈറ്റ്സ് ഉള്ളത്. പിന്നെ എന്താണ്? 93 ഒക്ടോബർ 12 കമ്മീഷൻ രൂപീകൃതമാകുന്നത്. ഇതെന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലെ, അതായത് നിയമനിർമ്മാണ സഭ പാസ്സാക്കിയ ഒരു നിയമപ്രകാരം രൂപീകരിച്ചാണ്. അല്ലാതെ ഭരണഘടനയിൽ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല, ഭരണഘടനാ സ്ഥാപനമല്ല. ഇനി അതേപോലെ തന്നെ ഇതിനായിട്ടുള്ള ആരെയാണ് നിയമിക്കുന്നത്? അതായത് ഒരു കമ്മിറ്റി ഉണ്ടാകും, അതിന് ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റി, പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി ഉണ്ടാകും. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതൊക്കെ ആരാണ്? രാഷ്ട്രപതിയാണ്. അതേപോലെ തന്നെ 70 വയസ്സ് അല്ലെങ്കിൽ 3 വർഷമാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് പറയുന്നത് 324 പഠിച്ചു വെച്ചു. 324 എന്താ? സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയുന്നത്. ഭരണഘടനയുടെ ഭാഗം 15 എന്താ? തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എവിടെ മുതൽ എവിടം വരെ? ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ. ഇനി എന്താണ് 326 എന്ന് പറയുന്നത്? ഈ 326 എന്താ? പ്രായപൂർത്തി, വോട്ടവകാശത്തെ പറ്റി പറയുന്നത്. 18 വയസ്സ് പൂർത്തിയായാൽ വോട്ട് ചെയ്യാമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 326 പ്രകാരമാണ്. ഓക്കെ, 6 2 8 എന്താ ഇങ്ങനെ ഓർത്തിരിക്കുക. 6 2 8 326 18 വയസ്സാകണം. ആർട്ടിക്കിൾ 243 എന്താണ്? അത് നമ്മുടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ പറ്റി പറയുന്നതാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ നിർവചനമൊക്കെയാണ്. 234 എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ സബോർഡിനേറ്റ് ജുഡീഷ്യറി ഇല്ലേ, ജഡ്ജിമാരൊക്കെ ഒഴികെയുള്ള വേറെ കുറെ സബോർഡിനേറ്റ് ആയിട്ടുള്ള അവരുടെ നിയമനത്തെ പറ്റിയൊക്കെയാണ് 234 പറയുന്നത്. ഓക്കെ, അപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? 1950 ജനുവരി 25 ഇത് സ്ഥാപിതമാകുന്നത്. അതുകൊണ്ടാണ് ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ, ദേശീയ സമ്മതിദായക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നാഷണൽ വോട്ടേഴ്സ് ഡേ പഠിച്ചു വെക്കണേ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ സ്വത്തവകാശത്തെ കുറിച്ച് ശരിയല്ലാത്തത്. സ്വത്തവകാശം ശരിയല്ലാത്തതാണ് വേണ്ടത്. അല്ലാത്തത് മാർക്ക് ചെയ്ത് വെക്കുക. 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? സ്വത്തവകാശം മൗലിക അവകാശമായിട്ട് മാറിയെന്ന്. 42 അല്ല, അതേതാണ്? 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം എന്ത് ചെയ്യുന്നത്? നീക്കം ചെയ്യുന്നത്. ആരുടെ കാലഘട്ടത്താണ്? മൊറാർജി ദേശായി ഗവൺമെന്റിന്റെ കാലഘട്ടത്താണ്. അപ്പൊ 42 അല്ല, എന്താണ്? 42 എന്താണ്? ആമുഖത്തെ ഭേദഗതി ചെയ്തു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന 42 ഭേദഗതിയാണ്. ഓക്കെ, അപ്പൊ 78 44 ഭേദഗതിയാണ്. ഒന്ന് തെറ്റാണ്. നമുക്ക് തെറ്റാണല്ലോ വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്കറിയാം 1 തെറ്റെന്ന് പറയുമ്പോൾ നമുക്കിത് ഇതല്ല എന്ന് മനസ്സിലായി. അവിടെ ഒന്നില്ല.
ഇനി എന്താണ് രണ്ടിന്റെ കാര്യം നോക്കണം അല്ലെ. ഇപ്പോൾ ഭരണഘടനയുടെ 200A എന്ന വകുപ്പ് സ്വത്തവകാശം നിലനിൽക്കുന്നു. 200A ആണോ? അല്ല. അത് ഏതാണ്? 300A ആണ്. 300A. ഓക്കെ. അപ്പൊ എന്താണ് 1, 3 മാത്രം എന്നുള്ളതും അല്ല. ഇതും തെറ്റാണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. 73-ലെ സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. 73-ലാണ് എന്ത് നടക്കുന്നത്? കേശവാനന്ദ ഭാരതി കേസ്. അവിടെയാണ് ബേസിക് സ്ട്രക്ചർ പറയുന്നത്. അങ്ങനെ എന്താണ് അതിന്റെ ഭാഗമല്ല എന്ന് പറയുന്നതും ആ ഒരു സ്റ്റേറ്റ് 73-ലാണ്, കേശവാനന്ദ ഭാരതി കേസിലാണ്. അപ്പൊ ഇതും എന്താണ്? അതവിടെ ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് വേണ്ട തെറ്റാണല്ലോ. സോ ഓപ്ഷൻ എ 1ഉം 2ഉമാണ് തെറ്റെന്ന് പറയുന്നത്. വോട്ടവകാശം 21-ൽ നിന്ന് 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? നമ്മളിപ്പോ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന്. അത് 326 പ്രകാരമാണ് വോട്ടവകാശം, 18 വയസ്സ് പ്രായപൂർത്തി വോട്ടവകാശത്തെ പറ്റി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ഭേദഗതിയായിരുന്നു? 89-ലെ 61-ാം ഭേദഗതി പ്രകാരമാണ് 21 എന്നുള്ളത് എന്തിലേക്ക് മാറ്റിയത്? 18-ലേക്ക് മാറ്റിയത്. ഓക്കെ. 73-ാം ഭേദഗതി, 92-ലെ 73-ാം ഭേദഗതി എന്താണ്? ഇത് നമുക്കറിയാം, പഞ്ചായത്ത് രാജ് അല്ലേ? പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ. 55-ാം ഭേദഗതിയിലാണ് എന്ത്? അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകുന്നത് ഈ 55-ാം ഭേദഗതിയായിരുന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 25 ക്വസ്റ്റൻ ആയില്ലേ? ബാക്കിയുള്ള 25 ക്വസ്റ്റൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. കാര്യം ക്ലാസ്സിന്റെ ലെങ്ത് കൂടുന്ന അനുസരിച്ചിട്ട് എനിക്ക് വീഡിയോ പ്രോസസ് ചെയ്യാൻ താമസം എടുക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള 25 ക്വസ്റ്റൻ ചെയ്യാം. പിന്നെ ഒരു 20 ക്വസ്റ്റൻ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് വരുന്നുണ്ട്. ബാക്കിയുള്ള ഒരു 30 ക്വസ്റ്റൻ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക്ഔട്ട് ചെയ്തതാണ്. 85/25 എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ബൂസ്റ്ററിലെ ഡേ 24-ൽ കിടപ്പുണ്ട്. ഓക്കെ. നമുക്ക് ബാക്കി ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.